ഗായ്സ്, നമ്മുടെ ക്യാൻഡിൽ മേക്കിങ്ങിൻ്റെ റോ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വാക്സ് ആണ്. ഇത് സോയ് വാക്സ് ആണ്. പല ടൈപ്പ് ഓഫ് വാക്സ് ഉണ്ട് മാർക്കറ്റിൽ. പാരഫിൻ വാക്സ്, ബീസ് വാക്സ്, അങ്ങനെ കോക്കനട്ട് വാക്സ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് വാക്സ് ഉണ്ട്. സോയ് വാക്സ് കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആണ്. പാരഫിൻ വാക്സ് എന്ന് പറഞ്ഞൊരു പെട്രോളിയം പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം അത് അത്ര എക്കോ ഫ്രണ്ട്ലി അല്ല, പക്ഷേ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് കണ്ടെയ്നേഴ്സാണ്. ഇത് ഗ്ലാസ് ജാറാണ്, ഇത് അലുമിനിയത്തിൻ്റെ ജാറാണ്. ഇതിലാണ് നമ്മൾ ക്യാനിൽ വയ്ക്കുക. പല ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് ഉണ്ട്, അതിൻ്റെ വില അനുസരിച്ച് മാറും. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ പഠിച്ചിട്ടില്ല ക്യാൻഡിൽ മേക്കിംഗ്, അതിൻ്റെ ABCD പോലും ഞങ്ങൾക്കറിയില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇത് പഠിച്ച് ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്ത് വരുത്തിയേക്കുന്നത്. ഇത് പഠിച്ചിട്ട് ഞങ്ങൾ കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ സാധനങ്ങൾ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇതിനകത്ത് കുറച്ച് സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വേറെ നേരിട്ട് പോയിട്ട് റോ മെറ്റീരിയൽസ് എടുക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വിക്സ്, തിരി. ഇതൊക്കെയാണ് നമ്മൾ ക്യാൻഡിലിൻ്റെ തിരികളായിട്ട് യൂസ് ചെയ്യുന്നത്. പല ടൈപ്പ് ഓഫ് വിക്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ തുറന്ന് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അടച്ചു വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാം തുറന്ന് കാണിച്ചിട്ട്. ഇതാണ് വിക്സ് സ്റ്റിക്കേഴ്സ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കളഞ്ഞിട്ട് നമ്മളൊരു വിക്ക് എടുത്ത് ഇവിടെ ഇങ്ങനെ പൊട്ടിക്കുന്നു. എന്നിട്ട് ഈ കണ്ടെയ്നറിൻ്റെ നടുക്ക് നമ്മൾ ഇത് ഒട്ടിച്ച് വയ്ക്കുന്നു. ഓക്കെ. എന്നിട്ട് ഇതിനകത്തോട്ടാണ് നമ്മൾ വാക്സ് ഒഴിക്കുന്നത്. വാക്സ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഇതാണ് വിക്സ് സസ്റ്റൈനേഴ്സ്. അപ്പോൾ നമ്മൾ വിക്ക് നേരെ നിൽക്കാൻ വാക്സ് ഒഴിച്ച് കഴിയുമ്പോൾ വിക്ക് ഇങ്ങനെ ആടിക്കളിക്കും. അപ്പോൾ നമ്മൾ വിക്ക് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യണം. അപ്പം ഇതിനകത്ത് ഇനി ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് വാക്സ് ഒഴിക്കുക. പിന്നെ ഈ സാധനങ്ങളാണ്. ഇതെൻ്റെ ഡൈ. ഇത് ഗ്രീൻ കളർ ഡൈ ആണ്. ഈ ഡൈ മാത്രം ഞങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡൈ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇതാണ് ഫ്രാഗ്രൻസ് ഓയിൽസ്. ഫ്രാഗ്രൻസ് ഓയിൽസ് അല്ല, ഇത് എസെൻഷ്യൽ ഓയിൽസ് ആണ്. ഇത് സ്ട്രോബെറി ആണ്. ഇതിൻ്റെയൊക്കെ സ്മെൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. പിന്നെ ഇത് ജസ്റ്റ് നമ്മൾ ഓരോ ടെസ്റ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ്, ഏതാണ് കൊടുത്തേക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ഇത് മൊത്തം ഞങ്ങൾക്ക് അറിയത്തില്ല, അത് പഠിച്ചിട്ട് പറയാം. പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോക്കാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിയുമ്പം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് അൺഈവനായിട്ട് കിടക്കുന്ന സാധനം നമുക്ക് ജസ്റ്റ് മെൽറ്റ് ചെയ്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന മെയിനായിട്ട് വേറൊരു എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെർമോമീറ്ററാണ്. ഈ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചർ അളക്കുന്നത്. ഓരോ സാധനം ഒഴിക്കാനും ഓരോ സെപ്പറേറ്റ് ടെമ്പറേച്ചർ ഉണ്ട്, അത് നോക്കണം. ഓക്കെ, ശരി. ഇത് അടിച്ചു പോയി ഗൈസ് ഈ സാധനം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോമീറ്ററാണ്. ഈ തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുമ്പം വാക്സ് മെൽറ്റ് ചെയ്ത് ഒഴിക്കുമ്പോൾ പല പല ടെമ്പറേച്ചറിൽ ഒരു സെർട്ടൻ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഇത് ആഡ് ചെയ്യേണ്ടത്, ഇത് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യേണ്ടത്. അതേപോലെ ഒരു ടെമ്പറേച്ചറിലാണ് നമ്മളിത് പോർ ചെയ്ത് ഒഴിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെർമോമീറ്റർ വാങ്ങിയിരിക്കുന്നത്. പിന്നെ വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഗണ്ണാണ്. ഇത് വാക്സ് ഇവിടെ സെറ്റായി കഴിയുമ്പം ഇതിൻ്റെ മുകളിൽ ചെറിയ ഫ്രോസ്റ്റിങ് വരാൻ സാധ്യതയുണ്ട്. ഫ്രോസ്റ്റിംഗ് അല്ല, ജസ്റ്റ് അൺഈവനായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിത് വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കി അതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പൂണാണ്. നല്ല നല്ല ക്വാളിറ്റി ഉള്ള സ്പൂൺ കേട്ടോ, നല്ല രസമുണ്ട്. ഇത് വാക്സിലോട്ട് നമ്മളിട്ട് സാധനങ്ങളെ ഇളക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ സാധനം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കളർ. ഇത് ഗ്രീൻ കളറാണ്. ജസ്റ്റ് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഇപ്പോൾ ഒരു കളറ് വാങ്ങിച്ചിട്ടുള്ളൂ. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ അടുത്ത കളറൊക്കെ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറേ സിലിക്കോൺ മോൾസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉടനെ വരണം. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ജസ്റ്റ് ഞങ്ങളെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.